അടിയിൽ എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു. കാരണം അമ്മ എനിക്കിത് പിടിവിടാനും പറ്റില്ല. അമ്മയും അനിയത്തി ഒലിച്ചു പോകുന്നതാണ്. അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ ഒലിച്ചു പോകുന്നു. അത് നമ്മൾ കാണുന്നു. കണ്ടിരിക്കേണ്ടി വന്നു. ഒന്നും ചെയ്യാൻ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് ഇതിൽ മരിച്ചത്. കേരളത്തിലുടനീളം മഴയുടെ മഹാപ്രളയം ആറാടുമ്പോൾ ചില ആളുകളെങ്കിലും സന്തോഷത്തിലായിരിക്കും. കാരണം മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണ്ട, മക്കളെ കോളേജിൽ പറഞ്ഞേക്കണ്ട, സ്കൂളിൽ പോകണ്ട, കോളേജിൽ പോകണ്ട, ജോലിക്ക് പോകണ്ട, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചത്? നമ്മൾക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്ത് കുറച്ച് ജീവിതങ്ങൾ വയനാട് എന്ന് പറഞ്ഞ ജില്ലയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ബുദ്ധിമുട്ടുന്നത് മാത്രമല്ല, കുറേയധികം ജീവനുകൾ ഇല്ലാണ്ടായിപ്പോയി, ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടായിപ്പോയി എന്ന് തന്നെ പറയാം. അതിൻ്റെ കണക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ആളുകൾ, ഒരു ഗ്രാമം മൊത്തം വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും അടിയിലായിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു രാത്രി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയ കുറച്ച് മനുഷ്യരെ പിറ്റേ ദിവസം കണ്ടില്ല എന്ന് നമുക്ക് പറയാം. ഒരുപാട് വിഷമത്തോടുകൂടെ പ്രയാസത്തോടു കൂടിയാണ് നമ്മളിത് കേട്ടത്. പ്രളയം വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പ്രയാസം നമുക്ക് കഴിഞ്ഞ കുറച്ച് മഴക്കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. രണ്ട് വർഷങ്ങൾ നമ്മൾ സുഖമായിട്ട് സന്തോഷത്തോടു കൂടെ മഴക്കാലത്ത് നേരിട്ടു. അതിനുശേഷം വീണ്ടും ഈ ഒരു 2024 പ്രളയത്തിൻ്റെ മറ്റൊരു രൂപമായിട്ട് ലാൻഡ് സ്ലൈഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടൽ വയനാട് ജില്ലയെ പിടികൂടിയപ്പോൾ, ഒരുപാട് പേരുടെ മരണങ്ങൾ പൊലിഞ്ഞപ്പോൾ, അത് കേരളത്തിന് അതല്ല ഈ ലോകത്തിന് മൊത്തം ഒരു തീരാവേദനയാണ്. നമ്മൾക്കൊരിക്കലും മനസ്സിലാകാൻ പറ്റാത്തത്രത്തോളം ആഘാതത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെ കുടുംബത്തിലുള്ള കുറേ പേര് ഒരുമിച്ച് ഇല്ലാണ്ടായി പോകുമ്പോൾ, ഒരു നാട് മൊത്തം ഇല്ലാണ്ടായി പോകുമ്പോൾ അത് എത്രത്തോളം വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പല ആളുകളും പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനകളും നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് കാണുന്നവരും കൺമുന്നിൽ അനുഭവിച്ച ആളുകളൊക്കെ അവരുടെ കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുമ്പോൾ അത് കേട്ട് വിങ്ങുന്ന ഒരുപാട് ഹൃദയം ഈ കേരളത്തിലുണ്ട്. എന്തായാലും അതുപോലെ ഒരു ന്യൂസ് കേട്ട സമയത്ത് എനിക്ക് ഒട്ടും എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രത്തോളം വിഷമം ഉണ്ടാക്കിയൊരു ന്യൂസാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും പിന്നെ പെങ്ങളെ മോളും എൻ്റെ അമ്മയും താഴെയാണ്. അപ്പോൾ എൻ്റെ പെങ്ങളെ മോളെ ഭർത്താവ് ചെന്നൈയിലാണ്. അപ്പോൾ വിളിച്ച് എൻ്റെ അച്ഛനും അമ്മയും ഒളിച്ചുപോയി, അവൻ്റെ അച്ഛനും അമ്മയും ഒളിച്ചുപോയി. അപ്പോൾ അവളും കൂടി പോയാൽ ഞാൻ ജീവിച്ചൊരു കാര്യമില്ല. മാമ ഒന്നും ഓടി ചെല്ലുക. ഞാൻ പോയി അവിടെ എത്തിയപ്പോൾ അടുത്ത ഉരുൾപൊട്ടൽ വരുന്നത് ഭയങ്കര ഒച്ച. ഞാൻ കയറുമ്പോൾ ഒരു ചേട്ടൻ്റെ ഒരു ഓളമിക്സിൻ്റെ ചേട്ടൻ്റെ പേരെന്ന് പറയും. ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പിന്നെ എല്ലാവരും കൂടി അവിടെ എത്തി. ഒരു 10-16 ഞാൻ, വേണു, എൻ്റെ പെങ്ങളെ അച്ഛന്, അമ്മ, ആ ചേട്ടൻ്റെ മകള്, പേരക്കുട്ടി, പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാർ 10-18 ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറൊരു രക്ഷയില്ല. പിന്നെ പുളിങ്ങാപ്പുറത്ത് കൂടെ വെള്ളം വരെ, കാറ് പോവുക, ആൾ ബോഡി പോവുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ആ സാധനങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൊന്താൻ തുടങ്ങി. എല്ലാവരും ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പൊന്താൻ തുടങ്ങി. പിന്നെ നമ്മൾ ആ ജനലിൽ പിടിച്ചിരുന്നു, ഒരു സോഫയിൽ ചവിട്ടി ജനലിൽ പിടിച്ചിരുന്നു. അപ്പോൾ ഓരോരുത്തർ അടുത്ത ഇതിലേക്ക് ഒലിച്ചു പോകാൻ തുടങ്ങി. അവരൊക്കെ കിട്ടിയ ചെറു സ്ഥലത്ത് പിടിച്ചു. ചിലർ മണ്ണിൻ്റെ അടിയിൽ. എൻ്റെ അമ്മ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന നേരെ ഞാൻ കാണുന്നു. കാരണം എനിക്കിത് പിടിവിടാനും പറ്റില്ല. അമ്മയും അനിയത്തി ഒലിച്ചു പോകുന്നതാണ്. അതേപോലെ ആ ചേട്ടൻ്റെ മരുമോൾ ഒലിച്ചു പോകുന്നു. അത് നമ്മൾ കാണുന്നു. കണ്ടിരിക്കേണ്ടി വന്നു. ഒന്നും ചെയ്യാൻ ആ ഒരു റൂമിൽ അവിടെ ഞങ്ങളുള്ളൂ. രാവിലെ എന്നിട്ട് ഞാൻ ഈ വെളിച്ചം വന്നപ്പോൾ എന്താ വെച്ചാൽ ഈ രക്ഷപ്പെട്ടവരെ 2-3 സാരി ഉണ്ടായിരുന്നു. അത് അതിൽ കെട്ടിയിട്ട് പിന്നെ ഇവരെ കയ്യിൽ കൊടുത്ത് ഓരോരുത്തർ നടത്തിച്ച് കൊണ്ടുപോയി ആ സുദർശൻ്റെ ടെറസിന് മേലെ 2 ആളുടെ അതിലേക്ക് കയറ്റി കൊടുത്തു. അവർ കയറാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ ഈ രക്ഷാപ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു. രക്ഷപ്പെട്ടതിൽ വേണുവിൻ്റെ കുടുംബം, വേണുവിൻ്റെ ഫാമിലി, ഈ ചേട്ടൻ്റെ മോന്, പിന്നെ എൻ്റെ പെങ്ങളെ മോളും കുട്ടി, എൻ്റെ അച്ഛൻ,
എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് ഇതിൽ. വയനാട് ജില്ലയിലെ ഒരു മനുഷ്യനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. സ്വന്തം ഉമ്മയും അനിയത്തിയും വെള്ളത്തിലും മണ്ണിലും പെട്ട് ഒലിച്ചു പോകുന്നത് കാണുമ്പോൾ സഹായിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതുപോലെ ദുരന്തങ്ങളും പ്രളയങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മഹാമാരികളൊക്കെ വരുന്ന സമയത്താണ് മനുഷ്യൻ നിസ്വാർത്ഥനാവുന്നത്. ആ സമയത്ത് എനിക്കെൻ്റെ ജീവൻ, എനിക്കെൻ്റെ ജീവിതം എന്നല്ല, ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, ബാക്കിയുള്ളവരെ രക്ഷിക്കണം എന്നുള്ള ചിന്തയായിരിക്കും അതുപോലെയുള്ള സമയങ്ങളിലൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. നിസ്വാർത്ഥരാവുന്ന ചില അവസ്ഥകൾ, ചില സമയങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ സഹായിക്കാൻ പറ്റാതെ അത് നോക്കി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ, മാതൃത്വം ഒലിച്ചു പോകുന്നത്, മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകുന്നത് കാണുമ്പോഴുള്ളൊരവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ആ അവസ്ഥ നേരിൽ കണ്ട ഒരു മനുഷ്യനാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. ഒരുപാട് പ്രയാസത്തോടെ, ഒരുപാട് വേദനയോടെ അല്ലാതെ നമുക്കിത് കാണാൻ പറ്റില്ല. അനിയത്തിയും അമ്മയും ഒലിച്ചു പോകുന്നത് നേരിൽ കാണുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു ഡിസാസ്റ്റർ വേറെ ഉണ്ടാവില്ല. അർജുൻ്റെ വിഷയം കേട്ട് നമ്മൾ അതിൽ നിന്നും കരകയറിയിട്ടുണ്ടായിരുന്നില്ല. അർജുനായിട്ടുള്ള തിരച്ചിലുകളും അതിനു വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മൊത്തം പ്രാർത്ഥനയും നടക്കുന്നതിനിടയിലാണ് വീണ്ടും മനുഷ്യ മനസ്സിനെ പിടിച്ചു കിളുക്കുന്ന രീതിയിലുള്ള ന്യൂസ് നമ്മൾ വയനാട് നിന്ന് കേട്ടത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഭയങ്കരമായിട്ട് മഴ പെയ്ത് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഞാൻ ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, അതുകൊണ്ടാണ് ഞാൻ മലപ്പുറം ജില്ലയെ എടുത്തു പറയുന്നത്. മലപ്പുറവും വയനാടുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മഴക്കാലവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലായിട്ട് നിൽക്കുന്ന രണ്ട് ജില്ലകൾ. ഉരുൾപൊട്ടൽ ഒന്നല്ല, ഒരു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ആദ്യം രക്ഷപ്പെട്ട ആ പ്രതീക്ഷയും ആദ്യം രക്ഷപ്പെട്ട ആ ഒരു സന്തോഷവും എല്ലാം നഷ്ടപ്പെടുന്നത്. ഒരുപാട് പേര് വെള്ളത്തിനടിയിലായി. അവരുടെ ശവശരീരം പോലും കിട്ടിയിട്ടില്ല. അവരുടെ ശരീരം കിട്ടിയാലല്ലേ അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലുമില്ല. ഓരോ ആളുകളുടെ കൈയും കാലും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെയാണ് പുഴയിലൂടെ ഒലിച്ചു പോകുന്നത്. ആരുടെയാണ് ഈ കൈ, ആരുടെയാണ് കാല് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രയാസത്തിലാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ അവർക്ക് കിട്ടുന്നത് അന്ത്യകർമ്മം ചെയ്യാനുള്ള ഒരു ഭാഗ്യമെങ്കിലും സാധാരണ ആളുകൾക്ക് കിട്ടാറുണ്ട്. ഇവിടെ അന്ത്യകർമ്മം പോലും ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം ഒലിച്ചു വരുന്നത് എൻ്റെ അമ്മയുടെ കാലാണോ, എൻ്റെ അച്ഛൻ്റെ കാലാണോ, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തത്രയും രീതിയിലാണ് ആ നദിയിലൂടെ ഒലിച്ചു പോകുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം പ്രതീക്ഷകളാണ്. സ്കൂളുകൾ നഷ്ടപ്പെട്ടു, അംഗനവാടികൾ നഷ്ടപ്പെട്ടു, ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു, ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രളയത്തിൽ വീട് പോയിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടുകൂടെ വീട് കെട്ടിപ്പൊക്കിയ അവരുടെ രണ്ടാമത്തെ പ്രതീക്ഷയും തകർന്നടിഞ്ഞു. ഈ വീടുകളിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിൽ ഒരുപാട് പേര് കൂട്ടമായിട്ട് 15-16 പേര് ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്ത് സന്തോഷമാണ് ഇനി ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത്. 15-16 ആളുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബം, അവർക്ക് ഒരിക്കലും ഈ ട്രോമയിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. നമുക്കിനി ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെയുള്ള പ്രളയങ്ങളിലേക്ക്, ഇതുപോലെയുള്ള ദുരിതാശ്വാസങ്ങളിലേക്ക് നമുക്ക് ഫണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് വാട്സപ്പുകളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ദുരിതാശ്വാസ ഫണ്ടായിട്ട് ആളുകൾ പൈസ പിരിക്കുന്നുണ്ട്. പോപ്പുലർ ഫണ്ടിൻ്റെ അതുപോലെ തന്നെ കോളേജുകൾ, സ്കൂളുകളൊക്കെ പ്രമാണിച്ചിട്ട് ഒരുപാട് പിരിവുകൾ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അവിടെ കിടക്കുന്ന ആളുകൾക്ക്, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കിടക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ വെള്ളം, അതുമല്ലെങ്കിൽ 1 രൂപയുടെ മെഴുകുതിരിയെങ്കിലും നമ്മൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മൾക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക. ചിലപ്പോൾ നാളെ നമ്മളായിരിക്കാം ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവുക. അന്ന് നമ്മൾ മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ വരും. ആ ഒരവസ്ഥ ഇല്ലാതാക്കാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടാവാൻ, അതുപോലെ തന്നെ സൃഷ്ടാവിൻ്റെ കരുണ നമ്മളിൽ ഉണ്ടാവാൻ, ഇതുപോലെയുള്ള പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മളെയും നമ്മളെ കുടുംബത്തെയും മോചിപ്പിക്കാൻ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ സഹായങ്ങൾ കൊടുക്കാം. അപ്പോൾ അതിന് ആരും പിശുക്ക് കാണിക്കരുത്, എല്ലാവരും അത് ചെയ്യുക. അതുപോലെ തന്നെ ഈ വെക്കേഷൻ നമുക്ക് കിട്ടിയതിൽ ഒരുപാടൊന്നും സന്തോഷിക്കേണ്ട. കാരണം ഇന്ന് അവരാണെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മളാവാനും സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്, അത് മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.